2016 സെപ്റ്റംബർ 22 രാത്രി, സമയം ഏകദേശം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. അപ്പോളോ ആശുപത്രിയിലേക്ക് ഒരു അടിയന്തര കോൾ എത്തുന്നു. ഞങ്ങൾ മുഖ്യമന്ത്രിയെയും കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരികയാണ്. ഫ്ലോർ ഉടൻ തന്നെ ക്ലിയർ ചെയ്യുക. ആ കോളിന് പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ 2ാം നിലയിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തിയ ഉടൻ തന്നെ അവിടുത്തെ CCTV ക്യാമറകളെല്ലാം ഓഫാക്കാൻ ഉത്തരവിടുന്നു. അവിടുത്തെ ജീവനക്കാരായ ആർക്കും തന്നെ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, 2 പേർ ഒഴികെ. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെ രാത്രി 10 മണി കഴിഞ്ഞ് 15 മിനിറ്റിനാണ് കടുത്ത പനിയും നിർജ്ജലീകരണവും മൂലം അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. 2 ദിവസം കൊണ്ട് സുഖം പ്രാപിച്ച് അവർ തിരികെ വരും. വീണ്ടും അതേ കസേരയിലിരുന്ന് ഭരണം തുടരും എന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കോടിക്കണക്കിന് ആളുകളെ കാത്തിരുന്നത് അത്യന്തം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല. ലണ്ടനിൽ നിന്ന് ജയലളിതയെ ചികിത്സിക്കാനായി ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ റിച്ചാർഡ് ബെയിൽ എത്തിയിരുന്നു. അദ്ദേഹം ഒരു പ്രധാന നിർദ്ദേശം നൽകി. ഇവരെ ഉടൻ തന്നെ ലണ്ടനിലേക്ക് കൊണ്ടുപോകണം. അവിടെ വെച്ച് പ്രത്യേക ചികിത്സ നൽകണം. ആരോടും സംസാരിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്നിരുന്ന ആ ഒരൊറ്റ വ്യക്തിയോടാണ് ഡോക്ടർ ഈ വിവരം പറഞ്ഞത്. എന്നാൽ ആ വ്യക്തി ജയലളിതയെ ആശുപത്രിക്ക് വെളിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. ആ 75 ദിവസങ്ങളിൽ സംസ്ഥാന മന്ത്രിമാർക്കോ കേന്ദ്രമന്ത്രിമാർക്കോ, എന്തിന് സംസ്ഥാന ഗവർണർക്കോ പോലും ജയലളിതയെ കാണാൻ അനുവാദം നൽകിയിരുന്നില്ല. അതെ, ആ സ്ത്രീയും അവരുടെ ആ സംഘവും. ജയലളിതയുടെ മരണം ഇന്നും ഒരു വലിയ നിഗൂഢതയായി തുടരുകയാണ്. എന്തുകൊണ്ടാണ് 75 ദിവസത്തോളം അവരവിടെ അടച്ചിടപ്പെട്ടത്? അവർ മരിച്ച സമയം പോലും ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത്. ഈ സ്ത്രീ തന്നെയായിരിക്കാം അവരുടെ കൊലപാതകത്തിന് കാരണം എന്നാരോപിച്ച് ഒരു കമ്മീഷൻ നിയമിച്ച് അന്വേഷണം നടത്തി വിരൽ ചൂണ്ടിയിട്ട് കൂടിയും ആ സ്ത്രീക്ക് ഒരു ശിക്ഷയും ലഭിച്ചില്ല. എന്തുകൊണ്ട്? പക്ഷെ ഇതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. രാജീവ് ഗാന്ധിയുടെ മരണം ഇവർക്ക് എങ്ങനെയാണ് സഹായകരമായത്? വാജ്പേയി സർക്കാരിനെ പോലും താഴെ ഇറക്കാൻ ഇവർ എങ്ങനെയാണ് കാരണമായത്? ഇന്ദിരാഗാന്ധിയെ കണ്ടതും സോണിയാഗാന്ധിയുമായി കൈകോർത്തതും. MGR എന്തുകൊണ്ടാണ് ജയലളിതയെ തന്റെ പോളിസി മേക്കറും പബ്ലിസിറ്റി സെക്രട്ടറിയുമാക്കിയത്? അവരെന്തുകൊണ്ടാണ് പരപ്പന അഗ്രഹാര ജയിലിൽ അടയ്ക്കപ്പെട്ടത്? അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഇവർക്കെതിരെ ഫയൽ ചെയ്ത ആ കേസ് എന്തായിരുന്നു? ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചുറ്റും നടക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ക്രൈം കേസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ശ്രമം. 1948 ഫെബ്രുവരി മാസം 24 മാണ്ഡ്യ ജില്ലയിലെ മേലുകോട്ടയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് കോമളവല്ലി ജനിക്കുന്നത്. അവർക്കൊരു സഹോദരൻ കൂടി ഉണ്ടായിരുന്നു എന്നൊരു വിവരമുണ്ട്. അവൾക്ക് കേവലം 2 വയസ്സുള്ളപ്പോൾ തന്നെ പിതാവ് മരണപ്പെടുന്നു. അച്ഛന്റെ വേർപാടിന് ശേഷം ഒറ്റയ്ക്ക് 2 മക്കളെ വളർത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അമ്മ സ്വന്തം അച്ഛന്റെ വീട്ടിലേക്ക് മാറുന്നു. അതായത് കോമളവല്ലിയുടെ അമ്മയുടെ കുടുംബം ബംഗളൂരുവിലായിരുന്നു. 1952 ബംഗളൂരുവിലെ ബിഷപ്പ് കോട്ടൺ ഗേൾസ് സ്കൂളിൽ അവൾ പഠനം ആരംഭിക്കുന്നു. ആ സമയത്താണ് അമ്മ ജോലി അന്വേഷിച്ച് മദ്രാസിലേക്ക്, അതായത് ചെന്നൈയിലേക്ക് പോകുന്നത്. തുടർന്ന് 1958 കോമളവല്ലിയും അമ്മയോടൊപ്പം മദ്രാസിലെത്തുകയും അവിടുത്തെ ചർച്ച് പാർക്ക് എന്ന പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേരുകയും ചെയ്യുന്നു. അവിടെ വെച്ചാണ് അവർക്ക് നാടകങ്ങളോടും അഭിനയത്തോടും താല്പര്യം തോന്നി തുടങ്ങിയത്. 15 വയസ്സുള്ളപ്പോൾ ഒരു ഗവൺമെന്റ് ഓഫീസറോ വക്കീലോ ആകണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ മകൾ അഭിനയ രംഗത്തേക്ക് വരണമെന്നായിരുന്നു സുന്ദരിയായ ആ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ അമ്മയുടെ ആഗ്രഹപ്രകാരം കന്നഡ സിനിമാ ലോകത്ത് നിന്ന് അവർക്ക് ആദ്യ അവസരം ലഭിച്ചു. ചിന്നത കൊമ്പെ എന്ന സിനിമയിലൂടെയാണ് അവർ അരങ്ങേറുന്നത്. റാണി എന്ന കഥാപാത്രത്തെയാണ് അവരതിൽ അവതരിപ്പിച്ചത്. ആദ്യ ശ്രമത്തിൽ തന്നെ മികച്ച അഭിനയമാണ് അവർ കാഴ്ചവെച്ചത്. ആ സിനിമ വളരെ വലിയ ഹിറ്റായി മാറി. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അന്നത്തെ കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രധാന ഫിലിം സ്റ്റുഡിയോകൾ മദ്രാസിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അഭിനയിക്കാൻ മദ്രാസിലേക്കാണ് പോയിരുന്നത്. കന്നഡ സിനിമയിലെ വിജയ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുകയും തമിഴ് ഇൻഡസ്ട്രിയിലേക്കുള്ള വാതിൽ
അവർക്ക് മുന്നിൽ തുറക്കുകയും ചെയ്തു. അങ്ങനെ തമിഴിൽ 1000-ൽ-ഒരുവൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നു. ആ സമയത്ത് കർണാടകയിൽ ഡോക്ടർ രാജ്കുമാർ എന്ന നടന് എത്രത്തോളം ജനപ്രീതിയും ആരാധകരുമുണ്ടോ, തമിഴ്നാട്ടിൽ അന്നും ഇന്നും വലിയ ജനപ്രീതിയും തരംഗവുമുള്ള ഒരു വ്യക്തിയായിരുന്നു MGR. അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ കോമളവല്ലിക്ക് അവസരം ലഭിച്ചു. അവർ തമ്മിലുള്ള മികച്ച കെമിസ്ട്രിയും സ്ക്രീൻ പ്രസൻസും കൊണ്ട് ആ സിനിമ വൻ ഹിറ്റായി മാറി. തുടർന്ന് ഈ ജോഡി ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു. ആ സിനിമകളെല്ലാം തരംഗമായി മാറുകയും ചെയ്തു. എന്നാൽ 1973-ൽ സിനിമ അഭിനയം മതിയാക്കി ഇനി മറ്റെന്തെങ്കിലും ചെയ്യാമെന്ന് തീരുമാനിച്ച് MGR DMK എന്ന പാർട്ടിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് AIADMK എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. പാർട്ടി രൂപീകരിച്ച ശേഷവും അവർ ജയലളിതയോടൊപ്പം ഒരു സിനിമ കൂടി ചെയ്തു. അതും സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അതിനുശേഷം MGR സിനിമയോട് വിട പറഞ്ഞു. ആ സമയത്ത് ജയലളിതയും സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ 1981-ൽ ജനങ്ങൾക്കിടയിൽ ഒരു അഭ്യൂഹം പടരാൻ തുടങ്ങി. ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്ന വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നു. അക്കാലത്ത് പാർട്ടി കെട്ടിപ്പടുക്കാൻ MGRന് കഴിവുള്ള പ്രവർത്തകരെയും പ്രാസംഗികരെയും ആവശ്യമായിരുന്നു. ജയലളിതയിൽ MGR കണ്ട ചില വലിയ ഗുണങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് അവരുടെ മികച്ച ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവായിരുന്നു. അവരുടെ പഴയ അഭിമുഖങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന രീതി കണ്ട് നമ്മൾ അത്ഭുതപ്പെടും. അതിന് കാരണം അവരുടെ മികച്ച വിദ്യാഭ്യാസ പശ്ചാത്തലമായിരുന്നു. കൂടാതെ തമിഴ്, കന്നഡ, തെലുങ്ക് എന്നിങ്ങനെ ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ അറിയാം എന്നതും വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. ഇത്രയും ഭാഷകൾ അറിയാവുന്ന ഒരാൾ പാർട്ടിയിൽ എത്തുകയും പ്രചാരണ സെക്രട്ടറിയായി സംസാരിക്കുകയും ചെയ്താൽ ജനങ്ങളുടെ മനം കവരാൻ സാധിക്കും. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവരുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം പാർട്ടിക്ക് ഉപകരിക്കുമെന്ന് MGR കണക്കുകൂട്ടി. ഇതോടൊപ്പം അവർ തമ്മിലുണ്ടായിരുന്ന ആഴത്തിലുള്ള സൗഹൃദവും പരിഗണിച്ച് MGR അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. പക്ഷേ MGR ജയലളിതയെ പൂർണ്ണമായി സ്വീകരിച്ചിരുന്നെങ്കിലും പാർട്ടിയിലെ മറ്റു മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ജയലളിതയെ ഒരു പുറത്തു നിന്നുള്ള ആളായിട്ടാണ് കണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷാധിപത്യമുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ധൈര്യത്തോടെ ഒരു സ്ത്രീ എല്ലാവരുടെയും മുന്നിൽ നിന്ന് സംസാരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ എല്ലാവരിലും ഒരു ഇൻസെക്യൂരിറ്റി വളരുകയായിരുന്നു. ഒരു സ്ത്രീ തങ്ങളെ നയിക്കുന്നത് അംഗീകരിക്കാൻ പലർക്കും സാധിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ MGR ഇലക്ഷനിൽ ജയിച്ച് മുഖ്യമന്ത്രിയാകുന്നു. അതിനുശേഷം ജയലളിതയെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തയക്കുന്നു. അവിടെ വെച്ച് അവർ നടത്തിയ ഇംഗ്ലീഷ് പ്രസംഗം കേട്ട് എല്ലാവരും അത്ഭുതപ്പെടുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ചില കാര്യങ്ങൾ നടന്നു. ഇന്ദിരാഗാന്ധിയുമായുള്ള ചില ചർച്ചകൾക്ക് ശേഷം ഇവർ തമ്മിൽ ആശയവിനിമയത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നു. ജയലളിത തന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ MGR അവരെ പാർട്ടിയുടെ പ്രചാരണ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കുന്നു. ആ ഒരു വിവരം അറിഞ്ഞപ്പോൾ ജയലളിത പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയി. ആരുടെ തണലിലാണോ താൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് ആ വ്യക്തി തന്നെ കൈവിട്ടപ്പോൾ അവർ ഏകാന്തയായി. പക്ഷെ അവർ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ വളരെ ശക്തയായ ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ ഉറച്ച ആ സമയത്താണ് MGR രോഗബാധിതനാകുന്നതും 1987-ൽ മരണപ്പെടുന്നതും. MGRന്റെ മരണത്തിന് ശേഷം നടന്ന ചില സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ഇന്നും ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് മുൻപ് ആ വിലാപയാത്രയിലുടനീളം ഏകദേശം 12 മണിക്കൂറോളം അവർ ആ വണ്ടിയുടെ അരികിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. ആ സ്ഥലത്ത് വെച്ച് MGRന്റെ ഭാര്യയും പാർട്ടിയിലെ മറ്റു ചില നേതാക്കളും ചേർന്ന് ജയലളിതയോട് വളരെ ക്രൂരമായി പെരുമാറി. അവരെ ബോധപൂർവം തള്ളി നീക്കുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയും ശരീരത്തിൽ അനാവശ്യമായി തൊടുകയും ചെയ്തുകൊണ്ട് അപമാനിച്ചു. തന്നിലെ നേതാവിനെ തിരിച്ചറിഞ്ഞ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തി തന്നെ പോയപ്പോൾ അതിനു മുൻപ് തന്നെ സ്ത്രീകളെ പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കാൻ മടിച്ചിരുന്ന ആ പുരുഷാധിപത്യ സമൂഹം അവരെ ക്രൂരമായി വേട്ടയാടി. എന്നാൽ അന്ന് നേരിട്ട ആ അപമാനങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും തളരില്ല, എനിക്ക് മുന്നോട്ട് പോയേ തീരൂ എന്നുറപ്പിച്ച് അവർ പോരാടാൻ തുടങ്ങി. MGRന്റെ മരണശേഷം AIADMK 2 വിഭാഗങ്ങളായി പിളർന്നു. ഒന്ന് MGRന്റെ ഭാര്യയുടെ പക്ഷം, മറ്റൊന്ന് ജയലളിതയുടെ പക്ഷം. തൊട്ടടുത്ത ഇലക്ഷനിൽ ജയലളിതയെ പിന്തുണച്ച് 27 പേർ ജയിച്ചപ്പോൾ MGRന്റെ ഭാര്യയുടെ പക്ഷത്തു നിന്ന് 2 പേർ മാത്രമാണ് ജയിച്ചത്. അന്ന് തമിഴ്നാട്ടിൽ DMK ആയിരുന്നു ഭരണത്തിൽ, ജയലളിത പ്രതിപക്ഷ നേതാവും. ഒരു ദിവസം ബജറ്റ് സമ്മേളനത്തിനിടെ DMK അംഗങ്ങൾ ബോധപൂർവം ജയലളിതയെ ആക്രമിച്ചു. അവരുടെ മുടിയിൽ പിടിച്ചു വലിക്കുകയും മുടി മുറിച്ചു മാറ്റുകയും സാരി വലിച്ചു കീറി ചവിട്ടുകയും ചെയ്തു.
നിയമസഭയിൽ വെച്ച് നടന്ന ആ ഒരു വലിയ അപമാനം അവരുടെ മനസ്സിൽ കാട്ടുതീ പോലെ പടർന്നു. അത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. അന്ന് ആ അസംബ്ലിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവർ ഒരു ശപഥം ചെയ്തു, ഇനി ഞാൻ ഈ അസംബ്ലിയിലേക്ക് തിരികെ വരുന്നുണ്ടെങ്കിൽ അത് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാത്രമായിരിക്കും. ഒരു മനുഷ്യന് മാനസികമായ അപമാനം നേരിടുമ്പോൾ ഉള്ളിൽ കത്തി അമരുന്ന ആ ദേഷ്യത്തെ കൃത്യമായി വഴിതിരിച്ചു വിട്ടാൽ ഈ ലോകം തന്നെ കീഴടക്കാമെന്നതിന് വലിയൊരു ഉദാഹരണമാണ് ജയലളിത. അതിനിടയിൽ 1991 നടന്ന ഒരു സംഭവം അത് അവർക്ക് അനുകൂലമായി മാറി. തമിഴ്നാട് സന്ദർശനത്തിനിടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അന്ന് മാറി മാറി ഭരിച്ചിരുന്നത് DMK-യും AADMK-യും ആയിരുന്നു. രാജീവ് ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ DMK ആയിരുന്നു ഭരണത്തിൽ. അതുകൊണ്ട് തന്നെ ആ സംഭവം ജനങ്ങൾക്കിടയിൽ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വലിയൊരു വികാരമുണ്ടാക്കി. ആ അനുകമ്പാ തരംഗത്തെ മുതലെടുത്തുകൊണ്ട് ജയലളിത 1991 തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തു. എന്നാൽ അധികാരം കയ്യിലെത്തുമ്പോൾ ആളുകൾക്ക് വരുന്ന ആഡംബരവും നിയന്ത്രണമില്ലായ്മയും അവരെയും ബാധിച്ചു. മുഖ്യമന്ത്രി ആയിരിക്കെ താൻ പ്രതിമാസം 1 രൂപ മാത്രമാണ് ശമ്പളം വാങ്ങുന്നത് എന്ന് പ്രഖ്യാപിച്ച ജയലളിത 1995 ഒരു വിവാഹം നടത്തി. അവരുടെ അടുത്ത സുഹൃത്തായ ശശികലയുടെ സഹോദരന്റെ മകന്റെ വിവാഹമായിരുന്നു അത്. അത് കേവലം ഒരു വിവാഹമായിരുന്നില്ല, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച അൾട്രാ ലക്ഷറി വിവാഹമായിരുന്നു അത്. ആ വിവാഹത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയപ്പോൾ മനസ്സിലായത്, ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് അവർ കോടികളുടെ ആഭരണങ്ങൾ നൽകി. 2 കിലോമീറ്ററോളം നീളത്തിൽ സിനിമയിലെ ആർട്ട് ഡയറക്ടർമാരെ വെച്ച് അതിഗംഭീരമായ സെറ്റുകൾ നിർമ്മിച്ചു. കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വജ്രവും വസ്ത്രങ്ങളും അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. അവരുടെ ഈ ആഡംബര പ്രകടനമാണ് അവർക്കെതിരെ കേസ് വരാൻ കാരണമായത്. അതും കേസ് കൊടുത്തത് മറ്റാരുമായിരുന്നില്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി ആയിരുന്നു. ജയലളിതയുമായി നിരന്തരം മീറ്റിംഗുകൾ നടത്തിയിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി അവർക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഫയൽ ചെയ്തു. അതായത് വെളിപ്പെടുത്തിയ വരുമാനത്തേക്കാൾ കോടിക്കണക്കിന് സ്വത്ത് കൈവശം വച്ചു എന്നതാണ് കേസ്. കേസ് വന്നതോടെ അവരുടെ ജീവിതം കോടതി കയറി ഇറങ്ങുന്ന അവസ്ഥയിലായി. 1996 DMK വീണ്ടും ഭരണത്തിൽ വരികയും ജയലളിതയ്ക്ക് കുറച്ചു ദിവസം ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തു. പിന്നീട് തിരികെ വന്ന അവർ 1998 AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കാരണം തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളിൽ 18 എണ്ണവും ജയലളിതയുടെ പാർട്ടിയാണ് നേടിയത്. ആ 18 സീറ്റുകളുടെ പിന്തുണയോടെയാണ് വാജ്പേയി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിച്ചത്. എന്നാൽ വെറും 1 വർഷത്തിനുള്ളിൽ ജയലളിതയും പ്രധാനമന്ത്രി വാജ്പേയിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. താൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ വാജ്പേയി അംഗീകരിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ജയലളിത AB വാജ്പേയി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. പിന്തുണ നഷ്ടപ്പെട്ടതോടെ ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ വാജ്പേയി സർക്കാർ കേവലം ഒരൊറ്റ വോട്ടിൽ താഴെ വീണു. സോണിയാഗാന്ധിയുമായി ജയലളിത നടത്തിയ ഒരു ചായ സൽക്കാരത്തിന് ശേഷമാണ് അവർ നിലപാട് മാറ്റിയതെന്നും വാജ്പേയിയെ കൈവിട്ട് കോൺഗ്രസുമായി കൈകോർത്തതെന്നും പറയപ്പെടുന്നു. ഇതിന് പിന്നാലെ അവർക്കെതിരെ വീണ്ടും 2 കേസുകൾ കൂടി വന്നു. ഒന്ന് പ്ലസന്റ് സ്റ്റേ ഹോട്ടൽ കേസ്, മറ്റൊന്ന് ഭൂമി ഏറ്റെടുക്കൽ കേസ്. അനുമതിയില്ലാതെ 7 നില കെട്ടിടം പണിയാൻ അധികാരം ദുരുപയോഗം ചെയ്തു എന്നതായിരുന്നു പ്ലസന്റ് സ്റ്റേ ഹോട്ടൽ കേസ്. അങ്ങനെ ആകെ 3 കേസുകളാൽ അവരുടെ ജീവിതം കോടതിയും ജയിലുമായി മാറി. പലപ്പോഴും അവർ മുഖ്യമന്ത്രി പദവിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. 2001 196 സീറ്റുകൾ നേടി ജയലളിത വീണ്ടും മുഖ്യമന്ത്രിയായെങ്കിലും കേസുകൾ നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും സുപ്രീം കോടതി അവരെ വിലക്കി. തുടർന്ന് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അന്ന് പനീർസെൽവത്തെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും ഭരണത്തിന്റെ മുഴുവൻ നിയന്ത്രണവും അണിയറയിൽ ജയലളിതയുടെ കൈകളിൽ തന്നെയായിരുന്നു. ഒരു പെൺ സിംഹത്തെ പോലെ ആ പുരുഷാധിപത്യ ലോകത്തെ അവർ എങ്ങനെയാണ് ഭരിച്ചിരുന്നത് എന്ന് അക്കാലത്തെ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇങ്ങനെ തുടർച്ചയായി കേസുകളും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നപ്പോൾ ജയലളിത ന്യൂമറോളജിയിൽ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ജയലളിത എന്ന പേരിൽ ഒരു A കൂടെ കൂട്ടിച്ചേർത്ത് ജയലളിത എന്ന പേരാക്കി മാറ്റിയത്. തുടർന്ന് 2002 അവർ വീണ്ടും മുഖ്യമന്ത്രരിയായി. 2006 ഇലക്ഷനിൽ DMK അധികാരത്തിൽ വരികയും ജയലളിത തോൽക്കുകയും ചെയ്തു. എന്നാൽ 2011 234 203 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ അവർ തിരിച്ചെത്തി. പക്ഷേ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ കേസ് നടന്നാൽ വിചാരണ നിഷ്പക്ഷമാകില്ല എന്ന് ചൂണ്ടിക്കാട്ടി കേസ് കർണാടകയിലേക്ക് മാറ്റി. കർണാടക സെഷൻ കോടതി ജയലളിതയ്ക്ക് 4 വർഷത്തെ തടവും 100 കോടി രൂപ പിഴയും വിധിച്ചു. വിധി വന്നതോടെ ജയലളിതയെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിലെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് കൊണ്ടുവന്നു.
അന്ന് തമിഴ്നാട് അതിർത്തിയായ ഹുസൂർ മുതൽ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി വരെയുള്ള റോഡുകൾ തമിഴ് ജനതയാൽ നിറഞ്ഞു കവിഞ്ഞു. മൊത്തം തമിഴ്നാടും ബംഗളൂരുവിലേക്ക് എത്തിയതുപോലെയായിരുന്നു ആ കാഴ്ച. ഏകദേശം 25 ദിവസത്തോളം അവർ പരപ്പൻ അഗ്രഹാര ജയിൽ കഴിഞ്ഞു. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ അവർ 2015 ഈ കേസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. ജയലളിത ജയിലിൽ പോകുമ്പോഴെല്ലാം പനീർസെൽവം മുഖ്യമന്ത്രിയാകും. ജയിലിൽ നിന്നും തിരികെ വരുമ്പോൾ ജയലളിത വീണ്ടും മുഖ്യമന്ത്രിയാകും. അങ്ങനെ 2015-ലും 2016-ലെ തിരഞ്ഞെടുപ്പിലും ജയിച്ച് അവർ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി തുടർന്നു. 2015-ൽ ജയിലിൽ നിന്നും ഇറങ്ങിയ ഉടൻ തന്നെ ജനങ്ങളുടെ മനസ്സിലെ മോശം പ്രതിച്ഛായ മാറ്റാനായി അവർ ജനപ്രിയ പദ്ധതികൾ ആരംഭിച്ചു. ഇന്ത്യയിൽ തന്നെ സൗജന്യ പദ്ധതികൾ ജനങ്ങൾക്ക് നൽകി തുടങ്ങിയത് ജയലളിതയായിരിക്കാം. സൗജന്യ ലാപ്ടോപ്പുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ടിവികൾ, താലിമാലകൾ എന്നിവ അവർ ജനങ്ങൾക്ക് സൗജന്യമായി നൽകി. കൂടാതെ കേവലം 1 രൂപയ്ക്ക് ഇഡലി നൽകുന്ന അമ്മ ക്യാൻറ്റീൻ ഹോട്ടലുകൾ ആരംഭിച്ചു. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ കോമളവല്ലിയിൽ നിന്ന് അവർ അമ്മയായി മാറി. അങ്ങനെ ഇരിക്കെ 2016 സെപ്റ്റംബർ 22 രാത്രി 10 മണി കഴിഞ്ഞ് 15 മിനിറ്റിന് പനിയും നിർജ്ജലീകരണവും കാരണം അവരെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ലണ്ടനിൽ നിന്ന് വന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അവരെ ലണ്ടനിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചെങ്കിലും ശശികല അതിന് അനുവാദം നൽകിയില്ല. തുടർന്ന് 75 ദിവസത്തോളം അവർ ആശുപത്രിയിലെ 2ാം നിലയിൽ കഴിഞ്ഞു. CCTV ക്യാമറകളെല്ലാം ഓഫായിരുന്നു. എന്നാൽ ആശുപത്രി കിടക്കയിലുള്ള അവരുടെ ഒരൊറ്റ ദൃശ്യം മാത്രം പുറത്തു വന്നു. അത് എങ്ങനെ പുറത്തു വന്നു എന്നതിന് ഇന്നും ആർക്കും ഉത്തരമില്ല. ഒടുവിൽ ഡിസംബർ മാസം 5-ാം തീയതി രാത്രി 11 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് ജയലളിത മരണപ്പെട്ടതായി പ്രഖ്യാപിച്ചു. ഇതറിഞ്ഞ് തമിഴ്നാട് മുഴുവനും വിങ്ങിപ്പൊട്ടി. ഇത്രയും വലിയൊരു നേതാവ് നിസാരമായ ഒരു അസുഖം കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട് 75 ദിവസത്തിന് ശേഷം മരണപ്പെടുമ്പോൾ എന്തുകൊണ്ട് ശശികല അവരെ ലണ്ടനിലേക്ക് കൊണ്ടുപോയില്ല? അകത്തെന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ട് ശശികലയും സംഘവും ഇതെല്ലാം രഹസ്യമാക്കി വെച്ചു? ഡോക്ടർമാരെ അല്ലാതെ മറ്റാരെയും കാണാൻ അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ട്? CCTV ക്യാമറകൾ ഓഫാക്കിയത് എന്തിന്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും വ്യക്തമായ ഉത്തരമില്ല. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ മരണം ഇന്നും ഒരു വലിയ നിഗൂഢതയായി തുടരുന്നു. മാണ്ഡ്യയിലെ മേലുകോട്ടെ എന്ന ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ചൊരു പെൺകുട്ടി എന്നെങ്കിലും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വരുമെന്നും വർഷങ്ങളോളം ആ രാജ്യം ഭരിക്കുമെന്നും ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. താൻ മുഖ്യമന്ത്രി ആയിരുന്നതിനാൽ അന്ന് മാധ്യമങ്ങളെല്ലാം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പല വിവരങ്ങളും പുറത്തു വന്നില്ല. സുധാകരന്റെ ആഡംബര കല്യാണത്തിന്റെ ചിത്രങ്ങൾ മാത്രമാണ് ലഭ്യമായത്. വീഡിയോകളൊന്നും ലഭ്യമല്ല. അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ സജീവമായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വന്നേനെ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് കൃത്യമായ ഒരു ഉപസംഹാരം നൽകാൻ സാധിക്കില്ല. ജയലളിതയുടെ ജീവിതത്തെയും മരണത്തെയും കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി അത് താഴെ കമന്റിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.